ബംഗ്ലാദേശ് പുകയുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് അവിടെയുള്ള തീവ്ര ഇസ്ലാം വിശ്വാസികൾ. വിഗ്രഹങ്ങളില്ലാത്ത ബംഗ്ലാദേശ്, അതിനുവേണ്ടി ഹിന്ദുക്കളെ ഇല്ലാതാക്കണം, ഇസ്ലാമിക നിയമം നടപ്പിലാക്കണം. എന്നാൽ ഷിർക്കെന്ന് വിളിക്കുന്ന വിശ്വാസം ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളുണ്ട്. അവരോട് ഒരു എതിർപ്പുമില്ല. ചുരുക്കത്തിൽ ബംഗ്ലാദേശ് ഹിന്ദു സ്വാധീനത്തിൽ നിന്നും മുക്തമാകണം. ഇസ്ലാം പണ്ഡിതനായ അബു നജം ഫെർണാണ്ടോ ബിൻ അൽ ഇസ്കന്ദർ, ഇയാളാണ് ഹിന്ദുവിനെതിരെ ഇപ്പോൾ ബംഗ്ലാദേശിൽ ആക്രോശം നടത്തുന്നത്. കലാപം രൂക്ഷമാണ് ബംഗ്ലാദേശിൽ. അവിടെ ഹിന്ദുക്കൾക്കെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് നിന്നും ഹിന്ദുക്കളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്ലാം പണ്ഡിതനായ അബു നജം ഫെർണാണ്ടോ ബിൻ അൽ ഇസ്കന്ദർ. ഇസ്ലാമിക് സ്റ്റഡീസിൽ സ്പെഷ്യലൈസ് ചെയ്ത PhD വിദ്യാർത്ഥിയാണ് എന്ന് അവകാശപ്പെടുകയും 20 വർഷത്തിലേറെയായി ഇസ്ലാമിക ശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്യുന്ന അബു നജം അവിശ്വാസികളായ കാഫിറുകളെ ഇല്ലാതാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് നബിയുടെ പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും അവർ പിന്തുടരണം. ഹിന്ദുക്കൾക്ക് മുന്നിൽ 2 വഴികൾ മാത്രമേ ഉണ്ടാകാവൂ. ഒന്നുകിൽ ഇസ്ലാം ആശ്ലേഷിക്കുക, അല്ലെങ്കിൽ മരിക്കുക. മുസ്ലിം രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ കീഴ്വഴക്കമുള്ള സ്ഥാനം സ്വീകരിച്ച് ഷിർക്ക് വിളിക്കുന്ന വിശ്വാസം ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളുമായി ഒരു പ്രശ്നവുമില്ല. ഇനി ബംഗ്ലാദേശ് ഹിന്ദു സ്വാധീനത്തിൽ നിന്നും ഇടപെടലിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടും. ഒരു മുസ്ലിം രാജ്യത്തും വിഗ്രഹങ്ങൾ ഉണ്ടാകരുത്. ആരെങ്കിലും അവർക്ക് അനുകൂലമായി വാദിച്ചാൽ അവരെ നാട് കടത്തണമെന്നും അബു നജം പറയുന്നു. അമുസ്ലിങ്ങളുടെ വീടുകൾ പൊളിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഇസ്ലാമിക നിയമം നടപ്പിലാക്കിയില്ല എങ്കിൽ മുസ്ലിങ്ങളെ അള്ളാഹു ശിക്ഷിക്കുമെന്നും അബു നജം പറയുന്നു. ഇസ്ലാമിലെ ബാധ്യതകൾ നടപ്പിലാക്കാൻ വിസമ്മതിച്ചതിന് മരണാനന്തര ജീവിതത്തിലെ ശിക്ഷയ്ക്ക് പുറമെയാണ് ഇത് എന്നുമൊക്കെയാണ് അബു നജത്തിന്റെ വാദങ്ങൾ. എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ വളരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ രാജ്യത്തെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രൊഫസർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. പുതിയ ചുമതലകൾ ഏറ്റെടുത്ത പ്രൊഫസർ മുഹമ്മദ് യൂനുസിന് ആശംസകൾ. ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശ് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. തന്റെ സമൂഹ മാധ്യമ പേജായ എക്സിലൂടെയായിരുന്നു മോദി തന്റെ പ്രതികരണം അറിയിച്ചത്. പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുരി ജില്ലയിൽ ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നൂറുകണക്കിന് ബംഗ്ലാദേശികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തുകൂടിയത്. തങ്ങളുടെ രാജ്യത്ത് തങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്ന് അവകാശപ്പെട്ടിവർ ബോർഡർ കടക്കാൻ ശ്രമിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നു. ജപ്പോർട്ടല ബോർഡർ ഔട്ട്പോസ്റ്റ് ഏരിയയിലെ ദക്ഷിണ ബെരുബാരി ഗ്രാമത്തിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ജൽപായ്ഗുരിയുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിലെ പഞ്ചുഗഡ് ജില്ലയിലെ 5 ഗ്രാമങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഇവർ. ബംഗ്ലാദേശിൽ അതിർത്തിയിൽ തടിച്ചുകൂടിയിരുന്നു. എന്നാൽ അതിർത്തി പൂർണ്ണമായും അടച്ചതിനാൽ ആർക്കും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനായില്ല. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.